നാടിനെ നടക്കി തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം. സ്കൂൾ മൈതാനത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനിനോട് ചേർന്ന് നിർമ്മിച്ച സൈക്കിൾ ഷെഡാണ് അപകടത്തിന് കാരണമായെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സ്കൂൾ അധികൃതരുടെയും KECBയുടെയും അനാസ്ഥയാണ് വിദ്യാർത്ഥിയുടെ ജീവനെടുത്തതെന്ന ഗുരുതരമായ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനാണ് ദാരുണമായി മരിച്ചത്. രാവിലെ 8:30ഓടെയാണ് അപകടം നടന്നത്. ക്ലാസ് മുറിയിൽ നിന്ന് സൈക്കിൾ ഷെഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് മിഥുന് ഷോക്കേറ്റത്. അധ്യാപകർ സ്കൂളുണ്ടായിരുന്ന സമയത്താണ് സംഭവം. പ്രാഥമിക ശുശ്രൂഷ നൽകി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മിഥുന്റെ ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ആരോപണങ്ങൾ പ്രകാരം സ്കൂൾ മൈതാനത്തിന് മുകളിലൂടെ വർഷങ്ങളായി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. എന്നാൽ അടുത്തിടെ സ്കൂളിന്റെ പിന്നിലുള്ള റോഡിനോട് ചേർന്ന മതിൽ ഒരു തകര ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച സൈക്കിൾ ഷെഡ് സ്ഥാപിക്കുകയായിരുന്നു. ഈ ഷെഡ് സ്ഥാപിച്ചപ്പോഴാണ് വൈദ്യുതി ലൈൻ തകർന്ന് ഷീറ്റിന് തൊട്ടുമുകളിലായി വന്നത്. വർഷങ്ങൾക്ക് മുമ്പേ ഈ മൈതാനത്തിന് മുകളിലൂടെ വൈദ്യുതി ലൈൻ ഉണ്ടെന്നും മൈതാനത്തോട് ചേർന്നുള്ള ഈ ഷെഡ് നിർമ്മിച്ചത് അടുത്ത കാലത്താണെന്നും ഒരു വിദ്യാർത്ഥി പറയുന്നു. ഷെഡ് നിർമ്മിച്ചപ്പോൾ വൈദ്യുതി ലൈനും തകര ഷീറ്റും തമ്മിലുള്ള ഉയരം ഗണ്യമായി കുറഞ്ഞുവെന്ന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ വ്യക്തമാക്കി. തറയിൽ നിന്ന് വൈദ്യുതി ലൈനിലേക്ക് 20 അടിയെങ്കിലും ഉയരമുണ്ട്. ഷെഡ് പണിതപ്പോൾ ലൈനും തകരഷീറ്റും അടുത്തായി. കൂടാതെ ഷെഡ് പണിയതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. KECB ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നുവെന്നും കെട്ടിടത്തിന്റെ പിൻഭാഗത്തായതിനാൽ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം KECB അറിയിച്ചിരുന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞതായും വർഗീസ് തരകൻ സ്ഥാപിച്ചു. ക്ലാസ് മുറിയിലെ ബോർഡിന് തൊട്ടുമുകളിലുള്ള ജനൽ പലക വെച്ച് മറച്ചിരുന്നു. ഈ പലക ഇളക്കി മാറ്റിയാണ് മിഥുൻ സൈക്കിൾ ഷെഡിലേക്ക് കയറിയത്. ഷെഡിന്റെ തകര ഷീറ്റിൽ നിന്ന് ചെരിപ്പെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽ തെറ്റി വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു. വൈദ്യുതി ലൈനിൽ കമന്നു കിടക്കുന്ന നിലയിലാണ് സ്കൂൾ അധികൃതർ മിഥുനെ കണ്ടെത്തിയത്. ഈ ദാരുണ സംഭവത്തിൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെയും KECBയുടെയും അനാസ്ഥയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് അവരുടെ പ്രധാന ആരോപണം. വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യാൻ കാലതാമസം നേരിട്ടുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വൈദ്യുതി ലൈനിൽ നിന്ന് സമീപ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരുന്നത്. അപകടകരമായ സാഹചര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതരും KECB ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. അപകടം നടന്ന ഉടൻ വൈദ്യുതി ലൈൻ വിച്ഛേദിക്കുന്നതിന്റെ കാലതാമസവും നേരിട്ടതും മിഥുന്റെ മരണത്തിന് കാരണമായി. ഈ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണവും നടത്തണമെന്ന് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ അധികൃതർ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നും പൊതുസമൂഹം ആവശ്യപ്പെടുന്നു. ഈ ദുരന്തം പൊതുസ്ഥലങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്.